അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും ഞെട്ടരുത്. പൈസ കടം വാങ്ങിയതും അതുമായി ബന്ധപ്പെട്ട് രേഷ്മ തങ്കച്ചന്റെതും അതുപോലെ ശ്രുതിയുടെയും വോയിസുകൾ കുറച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. എന്റെ വൈഫിന് അനിയനെ ഒന്ന് പരിചയപ്പെടണമെന്ന് അഖിലിനെ ഞാൻ കൊടുക്കാവേ. അസീസിനെ സൂപ്പിച്ച പോലെ ഒന്ന് സൂപ്പിക്കോ. അഖിലെ നാട്ടിലെവിടെ? അഖിലെ കണ്ണൂരല്ലേ? ആ, ഇവിടെ കിടപ്പുണ്ട്. നാട്ടിൽ എന്നാ വരിക? ഇങ്ങോട്ട് പറഞ്ഞേ, ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ മാജിക്കില്. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. പിന്നെ കൊച്ചു TV കാണണം കേട്ടോ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ഏട്ടൻ. അവന്റെ തായ് വേരി മഴ വെച്ചത് നിങ്ങളാണ്. കച്ചത്തോർ തലയ്ക്ക് പിഴിയും പോലല്ലേ തല്ലി പിഴിഞ്ഞത്. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ്. ആദ്യം അങ്ങനെയൊക്കെ പറയും, പിന്നെ നിങ്ങളുടെ സ്വഭാവം മാറും. അവരെന്തിനും മടിക്കാത്ത വർഗമാണ്. എന്നെപ്പോലെ ഒരു സെലിബ്രിറ്റിയെ താനൊരു 4 ദിവസമായിട്ടിട്ട് പറ്റിക്കുകയാണെന്ന് തന്നെ ചേട്ടൻ പറയുള്ളൂ. ചേട്ടൻ ആരോ ചതിച്ചു പറഞ്ഞത് നേരാ. അതാ ഇത്രക്ക് ദണ്ണം. കിട്ടാനുള്ള പൈസ അല്ല കേട്ടോ. കിട്ടാനോ ഇവരാർക്കെങ്കിലും കടം കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ ഒന്നുമല്ല, അങ്ങോട്ട് ചോദിക്കുന്നതാ. ബെസ്റ്റ്. അങ്ങോട്ട് ചോദിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തവരുടെ മെക്കിട്ട് ഇടിച്ചു കയറുന്ന രീതിയിലുള്ള സംസാരമാണ് ഈ കേട്ടത്. ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി. അഖിലേ, ഞാൻ അംജിത്താണോ? ഇതാരാ? ബിന്ദു ചേട്ടനിപ്പോ ബിന്ദുന്ന് വിളിച്ചല്ലോ. എനിക്ക് സ്നേഹം വന്നാ ഞാൻ ബിന്ദുന്നും വത്സെന്നും ഒക്കെ വിളിച്ചു. മനസ്സിലായി ചേച്ചി, ഇത് അംജിത്താണോ അഭിജിത്താണോ ആരാന്നല്ല. അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട് പൈസ അയച്ചോ, ചേട്ടൻ ഇല്ലായ്മകൾ കൊണ്ടാണ്. പുതിയ അടവുകളും തന്ത്രങ്ങളുമായിട്ടൊന്ന് പയറ്റി നോക്കുകയാണല്ലേ. അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചിട്ടേ മതി. അന്ന് മുതലേ നാട്ടുകാരെ പറ്റിച്ച് പലരിടത്തു നിന്നും പൈസകൾ തെണ്ടിക്കൊണ്ടിരുന്നു എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ്. അവൾക്ക് ഞാൻ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. കാര്യമില്ല, കാരണം കാശ് തിരിച്ചു ചോദിച്ചു പോയല്ലോ. എടാ അംജിത്തെ, എന്നും കുന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. ഞങ്ങൾക്ക് പൈസ വരുമ്പോ ആ പെണ്ണിന്റെ 10-14 രൂപയുള്ളൂ. അതങ്ങ് കയ്യിലോട്ടങ്ങ്. എന്നാലും മനുഷ്യന്റെ നന്മ എന്ന് പറഞ്ഞ സാധനം ആർക്കെങ്കിലും കട്ടുകൊണ്ടുപോകാൻ കഴിയൂ? വേണ്ട വേണ്ട, അതത്ര നിസ്സാരായി കാണുമൊന്നും വേണ്ട. വിളഞ്ഞ വിത്ത. കേട്ടല്ല രേഷ്മ തങ്കച്ചന്റെ അടുത്ത് പൈസ കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചതിന്റെ അവസ്ഥയാണ് അഭിജിത്തിന്റെ അവസ്ഥ. സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത് കേട്ടോ. പക്ഷെ നീ എന്റെ അടുത്ത് ഈ 3-4 ദിവസമായിട്ട് കാണിച്ച ഊമ്പിത്തരത്തിന് നിന്റെ അടുത്ത് ദൈവം ചോദിച്ചോളൂ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം കേട്ടോ. രണ്ടാമത്തെ അങ്ങോട്ടുള്ള പണി ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം കേട്ടോ. ആദ്യം നീ ഇങ്ങോട്ട് പണിതാ, എന്നിട്ട് ഞാൻ നിനക്കിട്ടുള്ള പണി അങ്ങോട്ട് തരാം. അല്പം ഓവറല്ലേന്ന് എനിക്കും തോന്നുന്നുണ്ടല്ലോ. നിനക്ക് വരെ തോന്നിയില്ലേ? കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റാണ് ഞാൻ. എന്റെ അടുത്ത് ഈ കാണിച്ച ദൈവദോഷത്തിന് നീ അനുഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് നീ മാറ്റിയിട്ടോ. നീ എന്നെ കൊല്ലം കൂതിന്ന് വിളിച്ചോ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. ഇവരാണേലും ആരാണേലും ഞങ്ങളാരെങ്കിലും പറഞ്ഞിട്ടാണോ പൈസ കൊടുത്തതും കാറ് കൊടുത്തതും ഒക്കെ? സുധിച്ചേട്ടൻ സെലിബ്രേറ്റ് ചെയ്യാ. പുള്ളിയുടെ കയ്യിൽ ഈ 1 വർഷമായിട്ട് ഇത്ര ബുദ്ധിമുട്ടാ. അതൊന്നും അറിയാൻ നിങ്ങൾ വന്ന് തല വെച്ച് കൊടുത്തിട്ട് പിന്നെ എന്നോട് എന്തിനാ പറഞ്ഞേ? വെളുപ്പാണെങ്കിലും ഉള്ളു മുഴുവൻ കറുപ്പാ. ഇമാതിരി കച്ചറ ടീം വേറെ ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. കയ്യിലിരുന്ന പൈസ തിരിച്ചു ചോദിച്ചപ്പം കൊണച്ച് കാണിച്ചു കൊടുക്കുന്നതാണ്. മുണ്ടോക്കി കാണിച്ച സ്വഭാവമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അപ്പൊ എങ്ങനെയാ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?